നമസ്കാരം. സൂപ്പർ നോട്ട്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ന്യൂ എക്കണോമിക് പോളിസിയാണ്. ന്യൂ എക്കണോമിക് പോളിസിയുടെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ന്യൂ എക്കണോമിക് പോളിസി. 1991 ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരം വരാറുണ്ട്. അത് നോർമൽ MCQ ആയിട്ടോ കുറച്ച് അഡ്വാൻസ് ആയിട്ടോ ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ SCERT അതേപോലെ തന്നെ NCERT ഈ രണ്ട് മേഖലകളിലും അത്യാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ ആധികാരികമായിട്ട് എന്തായിരുന്നു ന്യൂ എക്കണോമിക് പോളിസി, എന്തുകൊണ്ടാണ് ന്യൂ എക്കണോമിക് പോളിസി വന്നത്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. മക്കളെ, ആദ്യം നമുക്കറിയാം ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ വരുന്നത് 1991 1991 ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ വരിക. ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് ആ സമയത്തെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ്. ഓക്കെ, സാമ്പത്തികപരമായിട്ടുള്ള പല അരക്ഷിതാവസ്ഥകളും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും അന്ന് നിലവിലുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളാണ് ന്യൂ എക്കണോമിക് പോളിസിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് എന്ന് ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആധികാരികമായി നമുക്ക് പറയാൻ പറ്റും. 1991 ചില പ്രത്യേകതകളുണ്ട്. അതായത് ഇന്ത്യയുടെ 5 ഇയർ പ്ലാനുകൾ നടക്കുന്ന സമയമാണ്. അതായത് പല 5 ഇയർ പ്ലാനുകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 1980-85 കാലഘട്ടത്തിൽ 6ാമത്തെ പഞ്ചവത്സര പദ്ധതി നടക്കുന്നുണ്ട്. അതിനുശേഷം 1985-90 7ാമത്തെ പഞ്ചവത്സര പദ്ധതി നടക്കുക. ഈ 7ാമത്തെ പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഈ സമയത്താണ് ഇന്ത്യയിൽ IT എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വന്നു തുടങ്ങിയത്. പക്ഷേ ഈ സമയങ്ങളിൽ ഇക്കോണമി അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥ ഭയങ്കരമായിട്ട് താഴ്ചയിലേക്ക് പോയി എന്ന് കാണാൻ കഴിയും. അതായത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായി. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് വിദേശ നിക്ഷേപങ്ങളാണ്. വിദേശ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വിദേശ കരുതൽ ശേഖരങ്ങൾ വല്ലാതെ കുറഞ്ഞുപോയി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷം ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ഇന്ത്യക്ക് ഒരു പുതിയ പഞ്ചവത്സര പദ്ധതിയിലേക്ക് 5 വർഷത്തെ ഒരു പ്ലാനിലേക്ക് പോകാൻ കഴിയാതെ വരികയും ചെയ്തതുകൊണ്ട് 1990-92 കാലഘട്ടത്തിൽ ആനുവൽ പ്ലാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്തില്ല, പഞ്ചവത്സര പദ്ധതിയില്ല. വീണ്ടും പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് 1992-97 കാലഘട്ടത്തിലാണ് 8ാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. അപ്പം ഈ പറയുന്ന 5 ഇയർ പ്ലാൻ നടന്ന വർഷം ഏതാണ്? 5 ഇയർ പ്ലാൻ നടന്ന വർഷം 1991 എന്ന് പറഞ്ഞാൽ 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലായിട്ടാണ് എന്ത് നടന്നിട്ടുള്ളത്? ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടന്നിട്ടുള്ളത്. പുത്തൻ സാമ്പത്തിക നയമെന്നോ അല്ലെങ്കിൽ ഇക്കണോമിക് റിഫോംസ് എന്നോ സാമ്പത്തിക പരിഷ്കരണങ്ങളെന്നോ ഒക്കെ എന്തിനെ പറയാം? ഈ 1991 സംഭവ വികാസങ്ങളെ പറയാം. അപ്പോൾ 1991 എന്ന് പറയുന്നത് 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലാണ്. മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. 2, ഇതൊരു ആനുവൽ പ്ലാന്റെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തല്ല, പകരം ഒരു ആനുവൽ പ്ലാൻ, വാർഷിക പദ്ധതിയുടെ കാലയളവിലാണ് നടക്കുന്നത്. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസി ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് നടക്കുന്നത് എന്ന് PSC ചോദിച്ചാൽ അതിന് 2 ഉത്തരങ്ങൾ വരും. ഒന്ന് 7ാം പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം, 8ാം പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. ഇത് രണ്ടും തെറ്റാണ്. കാരണം ന്യൂ എക്കണോമിക് പോളിസി വരുന്ന സമയത്ത് എന്തില്ല, ഒരു പഞ്ചവത്സര പദ്ധതി ഇല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ PSC ഉത്തരമായി നൽകിയിരിക്കുന്നത് 8ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളതാണ്. നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കാനാണ് ഞാൻ ആദ്യമേ അത് പറഞ്ഞത്. അതായത് പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായിട്ടല്ല ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ വരിക. 7ാം പഞ്ചവത്സര പദ്ധതിയുടെയും 8ാം പഞ്ചവത്സര പദ്ധതിയുടെയും ഇടയിലുള്ള 90-92 കാലഘട്ടത്തിലെ ആനുവൽ പ്ലാൻ, വാർഷിക പദ്ധതിയുടെ സമയത്താണ് ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ വരുന്നത് 1991. പക്ഷേ ഏത് പഞ്ചവത്സര പദ്ധതി സമയത്താണ് ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ തവണ PSCയുടെ ഉത്തരം 8ാം പഞ്ചവത്സര പദ്ധതി എന്നാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉത്തരമായിട്ട് എടുക്കാവുന്നതാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ശരി, ഒരു ഇൻട്രോ നിങ്ങൾക്ക് മനസ്സിലായി. PSCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളുടെ ഒരു ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞു PSC എന്ന് ഞാൻ മെൻഷൻ ചെയ്തു പറഞ്ഞു. അപ്പോൾ PSC പരീക്ഷകൾ മാത്രമല്ല
നമ്മളിപ്പോൾ SSCയുടെ പരീക്ഷ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ RRBയുടെ പരീക്ഷ എടുക്കുകയാണെങ്കിലും അവിടെയും ഇതേപോലെ തന്നെ ഒരു സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തന്നെ പല പരീക്ഷകൾ എഴുതുന്നവരായിരിക്കാം. നിങ്ങൾ PSC പരീക്ഷകൾ എഴുതുന്നവരായിരിക്കാം, SSC പരീക്ഷകൾ എഴുതുന്നവരായിരിക്കാം, RRB പരീക്ഷകൾ എഴുതുന്നവരായിരിക്കാം. അങ്ങനെ പലതരത്തിൽ നിങ്ങൾ ഏത് ഭാഗത്താണ്, ഏത് പരീക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള പരീക്ഷകൾ എഴുതും. ഞാൻ അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെയും ഈ പറയുന്ന RRB അല്ലെങ്കിൽ SSC പോലെയുള്ള മേഖലകളിലാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 8ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഉത്തരത്തിൽ അല്ലെ ചോദ്യത്തിൽ ഇങ്ങനെ കൂടി ഉണ്ടോ എന്ന് നോക്കുക, പഞ്ചവത്സര പദ്ധതികൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയാണ് എന്ന് ഓർത്തുള്ളൂ. അത് ഏത് പരീക്ഷയാണെങ്കിലും ഞാൻ ജനറൽ ആയിട്ട് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ശരി, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം, നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് വരാം. മക്കളെ, 1991 ന്യൂ എക്കണോമിക് പോളിസി നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? നല്ലൊരു ചോദ്യമാണ്. PV നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടാകാത്ത. PV നരസിംഹറാവുവിൻ്റെ പ്രധാനപ്പെട്ട ഭരണ ഭാഗത്താണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി ഉണ്ടാകുന്നത്. അപ്പം ന്യൂ എക്കണോമിക് പോളിസി നടക്കുന്ന സമയത്തെ, നടപ്പിൽ വരുത്തുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് PV നരസിംഹറാവു ആണ്. ഇനി ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ അവിടുന്ന് 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒന്ന്, പ്രധാനമന്ത്രി PV നരസിംഹറാവു. 2, ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആണ്. ഇനി അവിടുന്ന് വേറൊരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ധനകാര്യ വകുപ്പ് മന്ത്രിയും, അതായത് ഫിനാൻസ് മിനിസ്റ്ററും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്ററും, നീതി ആയോഗിൻ്റെ വൈസ് ചെയർപേഴ്സണും, നീതി ആയോഗിൻ്റെ ചെയർപേഴ്സണും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ RBIയുടെ ഗവർണർ. ഇങ്ങനെയൊക്കെയുള്ള പദവികളിലേക്കൊക്കെ വന്നിട്ടുള്ള ആളാണ് മൻമോഹൻ സിംഗ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. പല പദവികളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി 1991 ഈ പറയുന്ന ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഉണ്ടായത് എന്തുമായി ബന്ധപ്പെട്ടാണ്? അത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കും. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം കേട്ടോ. അത് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ കുറിച്ച് പഠിക്കേണ്ടതാണ്. അത് ഞാൻ ഈ ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റൊരു ക്ലാസ്സിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അതിവിടെ കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണെന്നുള്ളതിൻ്റെ ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറേ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അതേപോലെ ഇന്ത്യയിലേക്ക് കുറേ സാധനങ്ങൾ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ടാവും. അല്ല, ഇന്ത്യയിലേക്ക് കുറേ സാധനങ്ങൾ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ടാവും, ഇന്ത്യയിൽ നിന്ന് കുറേ സാധനങ്ങൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ടാവും. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ടാണോ ഇമ്പോർട്ടാണോ നല്ലത്? നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് ഏതാണ്? എക്സ്പോർട്ടാണോ ഇമ്പോർട്ടാണോ? തീർച്ചയായിട്ടും അത് എക്സ്പോർട്ട് ആയിരിക്കും. എന്തുകൊണ്ടാണ്? എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫോറിൻ മണി എങ്ങോട്ടാണ് വരുന്നത്? ഇന്ത്യയിലേക്ക് വരും അല്ലെ. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫോറിൻ മണി, ഫോറിൻ കറൻസി ഇന്ത്യയിലേക്കാണ് വരിക. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫോറിൻ മണി എങ്ങോട്ടാണ് പോവുക? അത് ഫോറിൻ രാജ്യത്തേക്കാണ് പോവുക, ഒരിക്കലും ഇന്ത്യയിലേക്കല്ല. ഏത് രാജ്യമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തിലേക്കായിരിക്കും നമ്മുടെ പണം പോവുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സ്പോർട്ട് നടക്കുന്നുണ്ടാവും, ഒരുപാട് ഇമ്പോർട്ട് നടക്കുന്നുണ്ടാവും. ഇതിൽ എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമാണ് എങ്കിൽ ഉറപ്പായിട്ടും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും. സർപ്ലസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ട്രേഡ് ഉണ്ട്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട റെമിറ്റൻസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. വിദേശ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് എവിടെ വരിക? ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരിക. അപ്പോൾ എക്സ്പോർട്ട് കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണം കൂടുതലായിരിക്കും. ഇമ്പോർട്ട് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് സർപ്ലസ് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? വിദേശ കരുതൽ ധനം ഉണ്ടായിരിക്കും. ആ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുക. ആ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അപ്പോൾ സർപ്ലസ് ആയിരിക്കും. ഇനി എക്സ്പോർട്ട് നമുക്ക് കുറവാണെന്ന് വിചാരിക്കാം, ഇമ്പോർട്ടാണ് നമുക്ക് കൂടുതൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പണം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്തായിരിക്കും എന്ന് പറയാം? നമുക്ക് ഡെഫിസിറ്റ് ആണ്, കമ്മിയാണ്, കുറവാണെന്ന് പറയാം. ഇനി നമുക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും തുല്യമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്തായിരിക്കും? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു ബ്രേക്ക് ഇവനിലാണ് എന്ന് പറയാം. കൂടുതലുമില്ല കുറവുമില്ല, ഒരു ബ്രേക്ക് ഇവൻ പോലെ നിൽക്കുകയാണെന്ന് പറയാം. നമ്മുടെ രാജ്യത്തിന് എപ്പോഴും നല്ലത് ഏതാണ്? ഒന്നാമത്തെ കണ്ടീഷനാണ്. എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമായിട്ട് നിൽക്കണം. പക്ഷേ 1991 ആയപ്പോഴത്തേക്കും ഇന്ത്യയിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വല്ലാതെ അങ്ങ് താഴെ പോയി, ഡെഫിസിറ്റിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടാണ് അവിടെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്, എക്സ്പോർട്ട് വളരെ കുറവായിരുന്നു. അതിന് ഒന്നാമത്തെ കാരണം ഇന്ത്യയുടെ ഇക്കോണമി എന്തായിരുന്നു മക്കളെ?
ഇന്ത്യയുടെ ഇക്കോണമി ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു. അതായത് ഇന്ത്യയുടെ പോളിസി തുടക്കം തൊട്ടൊരു പോളിസി അതൊരു സോഷ്യലിസ്റ്റിക് പോളിസിയാണ്. ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യുക, ഇന്ത്യക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, മറ്റ് രാജ്യങ്ങളെ അധികം ആശ്രയിക്കാതിരിക്കുക, മറ്റ് രാജ്യങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് കാര്യമായിട്ട് കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കുറെ അധികം റെസ്ട്രിക്ഷനുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇക്കോണമി ക്ലോസ്ഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് പുറത്തേക്കോ ഒരുപാട് ഇന്ത്യയിലേക്കോ ഒന്നുമുള്ള ട്രാൻസാക്ഷനുകൾ, ബിസിനസ് ട്രാൻസാക്ഷനുകൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല. അതുകൊണ്ട് 1980കളൊക്കെ തുടങ്ങി തന്നെ 1980കൾ തൊട്ട് തന്നെ ഇന്ത്യയിൽ ഈ പറയുന്ന പ്രതിസന്ധികൾ തുടങ്ങി. അത് 90കളൊക്കെ ആയപ്പോഴത്തേക്കും ശക്തമായി രൂക്ഷമായിട്ട് ആ പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരുന്ന ഒരു എക്കോണമിയുടെ ഭാഗമായിട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ് കമ്മിയായി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടി മാത്രം ഇമ്പോർട്ടിന് ഉപയോഗിക്കാൻ കഴിയുന്ന വിദേശ കരുതൽ ധനം മാത്രമേ ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടായിരുന്ന ഈ പ്രതിസന്ധിയാണ് എന്തിന് കാരണമായത്, നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസിക്ക് കാരണമായ പ്രധാനപ്പെട്ട ഘടകം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കാം. ഇനി ഈ ന്യൂ എക്കണോമിക് പോളിസി വന്നതുകൊണ്ട് എന്താ ഉപയോഗം ഉണ്ടായത്? ഫോറിൻ ക്യാപിറ്റൽ കൂടി, നമ്മുടെ കയ്യിലുള്ള ഫോറിൻ പണം എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരാൻ കാരണമായി. 2, ഫോറിൻ ട്രേഡിനെ കുറച്ചുകൂടി എന്ത് ചെയ്തു, സ്ട്രെങ്ത് ചെയ്തു. കാരണം ക്ലോസ്ഡ് ഇക്കോണമിയാണ്. ഈ ക്ലോസ്ഡ് ഇക്കോണമിയെ ന്യൂ എക്കണോമിക് പോളിസി കാരണം എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നോക്കും. അതായത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൂടി ട്രേഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് മാറി. അങ്ങനെ ഫോറിൻ ട്രേഡ് കുറച്ചുകൂടി എന്ത് ചെയ്തു, സ്ട്രെങ്ത് ആക്കപ്പെട്ടു, അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമാക്കപ്പെട്ടു എന്ന് കാണാൻ കഴിയും. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊന്ന് കണക്ഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാകും. ഞാൻ പറഞ്ഞു, ന്യൂ എക്കണോമിക് പോളിസിയുടെ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്, PV നരസിംഹറാവു ആണ്. 2, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് 1991 ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസി വരാൻ കാരണമായത്? വൈ, എന്തുകൊണ്ടാണ്? അത് ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. എപ്പോഴും നമുക്ക് വേണ്ടത് ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ സർപ്ലസ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ട്രേഡ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ട് കാണത്തില്ല. പക്ഷേ 1980കൾ തുടങ്ങി തന്നെ ഇന്ത്യയിൽ ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട ക്രൈസിസ് ഉണ്ടായി. അതിന് കാരണം ഇന്ത്യ ഒരു ക്ലോസ്ഡ് ഇക്കോണമി ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അധികം അങ്ങനെ ട്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. കാരണം ഇന്ത്യയുടെ വിദേശ നയം പ്രധാനമായും ഒരു സോഷ്യലിസ്റ്റിക് നേച്ചർ ഉള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു സോഷ്യലിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു ആര് നടത്തിക്കൊണ്ടിരുന്നത്, നമ്മുടെ ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ക്രൈസിസ് 1990കളൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായി ശക്തമായി, ഭയങ്കരമായ ക്രൈസിസ് ഉണ്ടായി. അതായത് ഒരു 2 വീക്കിലേക്ക് കൂടി മാത്രം നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് 1991 എന്ത് കൊണ്ടുവന്നടാ, ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നു. അങ്ങനെ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നത് കൊണ്ട് വീണ്ടും ഫോറിൻ ക്യാപിറ്റൽ ശക്തമായി അട്രാക്ട് ചെയ്യപ്പെട്ടു. നമ്മുടെ രാജ്യത്തേക്ക് കുറച്ചുകൂടി ട്രേഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, സ്ട്രെങ്ത് ആവാനായിട്ട് തുടങ്ങി. ഇങ്ങനെയാണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഒരു ധാരണ, ഒരു ഏകദേശ ധാരണ, ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ശരി, ഏതൊക്കെ മേഖലകളായിരുന്നു ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്? പ്രധാനമായിട്ടും ഈ ഡിവിഷൻ അല്ലാതെ മറ്റൊരു ഡിവിഷൻ ഉണ്ട്, അത് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം. പ്രധാനമായിട്ടും 3 തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 3 നമുക്ക് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തിരിക്കാനായിട്ട് കഴിയും. 1 ഉദാരവൽക്കരണമാണ്, അല്ലെങ്കിൽ അതിനെ ലിബറലൈസേഷൻ എന്ന് പറയാം. 2 സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ. 3 ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 1990 ഞാൻ ഈ കഥയും കൂടി ഒന്ന് പറയുകയാണ്. അതായത് ഈ പറയുന്ന 1991 ന്യൂ എക്കണോമിക് പോളിസിയിലേക്ക് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ ഇടയാക്കിയ ഒരു ചരിത്ര പശ്ചാത്തലം, ഒരു കഥ കൂടി ഞാനൊന്ന് പറയാം. ആ കഥ കൂടി നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കുക, ഒന്ന് കേട്ട് മനസ്സിലാക്കിയേക്കുക. ഓക്കെ, കഥ ഞാനിവിടെ ഈ സൈഡിൽ എഴുതി കാണിക്കാം. നിങ്ങൾ ആ കഥയും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് കേൾക്കുക. അതായത് ശ്രദ്ധിച്ചിരുന്നോണേ, വളരെ വ്യക്തമായിട്ട് കേട്ടിരുന്നോണേ. 1980കളിലാണ് ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആയിട്ട് കമ്മിയായിട്ട് തുടങ്ങാനായിട്ട് തുടങ്ങി. അത് വീണ്ടും കുറച്ച് നാളുകൾ ഇങ്ങനെ മുന്നോട്ട് വന്നു. 1990 ആയപ്പോഴത്തേക്കും പ്രശ്നം രൂക്ഷമായി. ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കമ്മി വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൂടാതെ
ഇവിടെ ഗൾഫ് വാർ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഗൾഫ് വാർ എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പം ശക്തമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് 1990-92 കാലഘട്ടത്തിൽ ഇന്ത്യക്കൊരു നല്ല സാമ്പത്തിക നയം അല്ലെങ്കിൽ ഒരു പഞ്ചവത്സര പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആനുവൽ പ്ലാൻ ആണ് ഉണ്ടായിരുന്നത് എന്നുകൂടി എന്ത് ചെയ്തേക്കുക, ഒന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ആ ഒരു ആനുവൽ പ്ലാനിന്റെ സമയമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള PV നരസിംഹറാവുവും അതേപോലെ തന്നെ മൻമോഹൻ സിംഗും, ഈ രണ്ടുപേരും അതിൽ മൻമോഹൻ സിംഗിന്റെ പ്രത്യേകത, അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായിട്ടിരുന്നിട്ടുണ്ട്. നീതി ആയോഗിന്റെ അല്ലടാ, പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ. ഞാൻ നീതി ആയോഗ് എന്ന് നേരത്തെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിക്കോണേ. എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ നീതി ആയോഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. നീതി ആയോഗിന്റെ അല്ല, പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനും RBIയുടെ ഗവർണറും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററും, ആ രീതിയിലാണ് വരിക. പ്ലാനിംഗ് കമ്മീഷനാണ്, നീതി ആയോഗ് അല്ല കേട്ടോ. ഞാൻ ഇവിടെ അങ്ങനെ പറഞ്ഞതുപോലെയാണ് എൻ്റെ ഓർമ്മ. അപ്പം നോക്കിയാൽ മൻമോഹൻ സിംഗ് ഒരു നല്ല ഇക്കോണമിക് പേഴ്സൺ ആണ്, ഒരു സാമ്പത്തിക നയതന്ത്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ലീഡറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേ അധികം ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകളുടെ ഭാഗമായി ഇന്ത്യയുടെ നിലവിലത്തെ ഇക്കണോമിക് ക്രൈസിസിനെ മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആഗോള ഇന്റർനാഷണൽ സംഘടന നമ്മളെ സഹായിക്കേണ്ടി വരും എന്നുള്ള ഒരു ധാരണയിലേക്ക്, ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോവാണ്. അവിടെയാണ് വേൾഡ് ബാങ്ക്, അതേപോലെ തന്നെ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നിവരിലേക്ക് ഇന്ത്യ സമീപിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ടായാൽ മെമ്പറിംഗ് കൺട്രീസിന് സഹായം കൊടുക്കേണ്ട സ്ഥാപനം ഏതാണെന്ന് അറിയാമോ? അത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. ആരാണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. ഈ വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് നമുക്കറിയാം അല്ലേ? ബ്രിട്ടൻ വുഡ് എന്ന് പറയുന്ന ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് വേൾഡ് ബാങ്കും IMF ഒക്കെ ആരംഭിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം, IMF എന്താണ്, വേൾഡ് ബാങ്ക് എന്താണെന്നൊക്കെ നമുക്ക് മുന്നോട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന വേൾഡ് ബാങ്കിനോടും IMF-നോടും ഒക്കെ ആര് പോയി സഹായം ചോദിച്ചു? ഇന്ത്യ പോയി സഹായം ചോദിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യേണ്ടത് ആരാണ്? IMF ആണ്. അപ്പോൾ IMF ഇത് ചിന്തിച്ചിട്ട് ഇന്ത്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇക്കോണമി ക്ലോസ്ഡ് ഇക്കോണമിയാണ്, നിങ്ങളുടെ ഇക്കോണമി ക്ലോസ്ഡ് ആണ്. നിങ്ങൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കടമായി പണം തന്നാലും ഈ കടം കൃത്യമായി തിരിച്ചടയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് വരില്ല. കാരണം ഫോറിൻ ട്രേഡ് പ്രോപ്പറായിട്ട് നടന്നു എങ്കിൽ മാത്രമേ ഫോറിൻ മണി നമ്മുടെ രാജ്യത്തേക്ക് വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം കുറച്ചുകൂടി എന്ത് ചെയ്യത്തുള്ളൂ, വികസനത്തിലേക്ക് എത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ഇക്കോണമി എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളൊരു പുതിയ ഇക്കണോമിക് പോളിസി കൊണ്ടുവരേണ്ടി വരും. ആ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഡെവലപ്ഡ് ആവേണ്ടതായിട്ടുണ്ട്. നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കുറെ കൂടി ട്രേഡുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് ജോലി സാധ്യതകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഓപ്പൺ ഇക്കോണമി ആക്കുകയാണ് എങ്കിൽ, ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിൽ ആർക്ക് തടസ്സമില്ല? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന് തടസ്സമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഇന്ത്യ യാതൊരു വിധത്തിലും തരണം ചെയ്യാനായിട്ട് മറ്റൊരു വഴികളും ഇല്ലാതെ ഈ പറയുന്ന ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്ന ഒരു പോളിസിയിലേക്ക് കടക്കേണ്ടതായിട്ട് വരികയും അതിൻ്റെ ഭാഗമായിട്ട് 3 കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, 1 L 2 P 3 G. 1 L 2 P 3 G. എന്താണ് L എന്ന് പറഞ്ഞാൽ? ലിബറലൈസേഷൻ എന്നാണ്. എന്താണ്? ഉദാരവൽക്കരണം. 2 P എന്താണ്? P എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ ആണ്, സ്വകാര്യവൽക്കരണം. 3 G എന്താണ്? G എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ ആണ്, ആഗോളവൽക്കരണം. ഇനി LPGക്ക് മറ്റൊരു ഫുൾ ഫോം കൂടിയുണ്ട്. എന്താണ് LPGയുടെ ഫുൾ ഫോം? അതാണ് മക്കളെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അത് കെമിസ്ട്രിയിലാണ് വരിക, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്കണോമിക്സിൽ എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് പകരം നമ്മൾ പറയേണ്ടത്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നാണ്. ക്ലിയർ ആണ്? ആ കഥ മുഴുവനും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 3 കാര്യങ്ങളിലേക്ക് ഇന്ത്യ എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കൾ, ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഒരുപാട് ലൈസൻസ് രാജികൾ അല്ലെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നാലാണ് ഇന്ത്യയിൽ ഒരു സംരംഭം തുടങ്ങാൻ കഴിയുമായിരുന്നത്. സംരംഭം തുടങ്ങണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്, അതിന് കുറേ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ലൈസൻസുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ലൈസൻസി രാജ് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കുക, സംരംഭങ്ങൾ വളരെ വേഗത്തിൽ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ കൊണ്ടുവരിക, ലിബറലൈസേഷൻ. 2 പ്രൈവറ്റൈസേഷൻ.
ഗവൺമെന്റ് കുറെ അധികം സ്ഥാപനങ്ങൾ, കുറെ അധികം മേഖലകൾ കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുടിൽ വ്യവസായത്തിന് വേണ്ടി മാത്രമായി, അല്ലെങ്കിൽ ഗവൺമെന്റിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതായി. ആ സമയത്ത് ഒരു ബൺ ഫാക്ടറി പോലും ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും. എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം എന്നറിയില്ല. അപ്പം ഗവൺമെന്റിന് കൈയടക്കി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലാതെ, ഗവൺമെന്റ് എപ്പോഴും എന്താണ് ചിന്തിക്കുക, ഗവൺമെന്റിന് എപ്പോഴും വെൽഫെയർ ആണ് പ്രധാനം. ഗവൺമെന്റ് പ്രോഫിറ്റ് പ്രധാനമല്ല. പ്രോഫിറ്റ് പ്രധാനമായി കണ്ടാലേ ആ രാജ്യം വളരുള്ളൂ. വെൽഫെയർ മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ രാജ്യം വളരില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് കൈയടക്കി വെക്കേണ്ടാത്ത മേഖലകളെ പ്രൈവറ്റൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോയി. അപ്പൊ പ്രൈവറ്റൈസേഷൻ വന്നു, കൂടുതൽ മേഖലകൾ പ്രൈവറ്റിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ കോമ്പറ്റീറ്റീവ്നെസ് നന്നായിട്ട് കൂടുന്നുണ്ട്, ശക്തമായ ഒരു ഇക്കോണമി വാർത്തെടുക്കാൻ അത് സഹായകമാകുന്നുണ്ട് എന്ന് മനസ്സിലായി. മൂന്നാമത്തത് ഗ്ലോബലൈസേഷൻ ആണ്. ഇന്ത്യ പുറത്തുള്ള മറ്റ് ഇന്റർനാഷണൽ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ആ രാജ്യങ്ങളിലെ പ്രോഡക്റ്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് എത്താൻ തുടങ്ങി. നമ്മുടെ രാജ്യത്തുള്ള പ്രോഡക്റ്റുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ശക്തമായിട്ടുള്ളൊരു ഗ്ലോബലൈസേഷൻ, ഒരു ആഗോളവൽക്കരണം എന്ത് ചെയ്യാൻ തുടങ്ങി, നടക്കാനായിട്ട് തുടങ്ങി. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 3 കാര്യങ്ങളാണ് എവിടെ നടക്കുന്നത്, ഈ പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷന്റെ വേഗത്തിൽ നടക്കാം. ഇത് ഞാൻ പ്രാഥമികമായി പറഞ്ഞ കാര്യമാണ്, പ്രാഥമികമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നോക്കാവുന്നതാണ് കേട്ടോ. ശരി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി. ഇനി എന്നാണ് ന്യൂ എക്കണോമിക് പോളിസി നടക്കുന്നത്? 1991 ജൂലൈ 24 1991 ജൂലൈ 24, ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോടാ. 1991 ജൂലൈ മാസം 24 ന്യൂ എക്കണോമിക് പോളിസി നടക്കുക. എന്താണ് സംഭവിച്ചത്? അടഞ്ഞ, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള, നിയന്ത്രിതമായിട്ടുള്ള കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ തുറന്ന, ഉദാരവൽക്കരിക്കപ്പെട്ട, കുറെ അധികം റെസ്ട്രിക്ഷൻസ് എടുത്ത് കളഞ്ഞിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാൻ കൊണ്ടുവന്ന നയമാണ് ഏതെന്ന് പറയുക, ന്യൂ എക്കണോമിക് പോളിസി. നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, പ്രൊമോട്ട് ഗ്രോത്ത്, അല്ലെ, സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു വളർച്ച എന്ത് ചെയ്യുക, കൊണ്ടുവരിക. സാമ്പത്തികപരമായിട്ടുള്ള ഒരു വളർച്ച കൊണ്ടുവരിക. ഓക്കെ, സാമ്പത്തികപരമായി ഒരു ഉച്ചതയിലേക്ക് എത്തുക, സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തുക, ആ ഒരു മേഖല നന്നായിട്ട് ശക്തമാക്കുക. 2, എഫിഷ്യൻസിയാണ്, കാര്യക്ഷമത. കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ള, കുറച്ചുകൂടി സാമ്പത്തികപരമായിട്ട് ഉച്ചതയുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. 3, ഗ്ലോബൽ ഇന്റഗ്രേഷൻ ആണ്, ആഗോള സംയോജനം. മറ്റുള്ള രാജ്യങ്ങളെ കൂടി നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക്, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ലക്ഷ്യമാണ്. അപ്പം വളർച്ച, കാര്യക്ഷമത, ആഗോള സംയോജനം, ഗ്രോത്ത്, പ്രൊമോട്ട് ഗ്രോത്ത്, എഫിഷ്യൻസി, ഗ്ലോബൽ ഇന്റഗ്രേഷൻ, ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവരുന്നത്. ഈ ന്യൂ എക്കണോമിക് പോളിസിയിലൂടെ പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ രാജ്യത്തേക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തികപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് വേഗത്തിലാക്കുക. അതേപോലെ തന്നെ പ്രൈവറ്റ് ഓണ്ടർപ്രണർഷിപ്പുകൾ, അതായത് സംരംഭകത്വം തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളെ എല്ലാം സംരംഭക മേഖലയിലേക്ക് എത്തിക്കുക, അല്ലെ, സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവരെയൊക്കെ സംരംഭക മേഖലയിലേക്ക് എത്തിക്കുക. സ്വകാര്യ സംരംഭങ്ങളെ, പ്രൈവറ്റ് മേഖലയിലുള്ള സംരംഭങ്ങളെ കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാവും. കോമ്പറ്റീഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ സാധനങ്ങളുടെ ആവശ്യകത, ഡിമാൻഡും എന്ത് ചെയ്യും, ശക്തമായിട്ട് വർദ്ധിക്കുന്നതായിരിക്കും. അതേപോലെ ഈ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് ഇക്കണോമിക് ലിബറലൈസേഷനിലേക്ക് എത്തി, സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉദാരവൽക്കരണത്തിലേക്ക് എത്തി. എല്ലാവർക്കും വേഗത്തിൽ ബിസിനസ് തുടങ്ങാൻ കഴിയുന്ന, സാമ്പത്തികപരമായ കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അതേപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടി, മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം ശക്തമായി, ആഗോളവൽക്കരണം ശക്തമായി, കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇത് കൂടാതെ സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോമുകൾ, അല്ലെ, ഇക്കണോമിക് എഫിഷ്യൻസിക്ക് വേണ്ടി സ്ട്രക്ചറിൽ നമ്മൾ നിലവിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളുടെ സ്ട്രക്ചറിൽ ഒരു മാറ്റം ഉണ്ടാക്കുക, അല്ലെ, നിലവിൽ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന കാര്യങ്ങളുടെ സ്ട്രക്ചറിൽ ഒരു മാറ്റം ഉണ്ടാക്കുക. അത്തരത്തിൽ കൂടി ന്യൂ എക്കണോമിക് പോളിസി എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അപ്പോൾ സമൂല മാറ്റം സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആര് ശ്രമിക്കുന്നുണ്ടടാ? ന്യൂ എക്കണോമിക് പോളിസി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യങ്ങൾ, ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ, എവിടെയെങ്കിലുമൊക്കെ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നീട് ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ് കൂടി. നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായി മറ്റു രാജ്യങ്ങളോട് മത്സരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം 5ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി 4ലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ശക്തമായിട്ട് ആഗോളതലത്തിൽ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറുന്നുണ്ട്. അപ്പം മറ്റു രാജ്യങ്ങളോട് കോമ്പീറ്റ് ചെയ്ത് ആ രാജ്യങ്ങളുടെ മുകളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ശ്രമം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പോളിസിയുടെ പ്രത്യേകതയായിട്ട് കാണാം. അപ്പോൾ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. അവിടെ ഇക്കണോമിക് സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ അതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഇക്കണോമിയുടെ ലാൻഡ്സ്കേപ്പ് വർദ്ധിക്കുന്നുണ്ട്. ഒരുപാട് ട്രാൻസ്ഫോർമേഷനുകൾ, അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്, ഇന്ത്യൻ എക്കോണമിയിൽ ഒരു മേഖല മാത്രമല്ല പല മേഖലകളിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്
എന്തിനു കഴിയുന്നുണ്ട്? ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസിക്ക് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കാര്യങ്ങളൊക്കെ ഒരു പോയിന്റ് വൈസ് ആയിട്ട് ആശയപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഓബ്ജക്റ്റീവ്സ് നോക്കിയാൽ എന്തൊക്കെ ഓബ്ജക്റ്റീവ്സ് ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്? ഒന്ന്, ബിൽഡിംഗ് അപ്പ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. എന്തായിരുന്നു പ്രശ്നം? ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ല എന്നുള്ളതായിരുന്നു, ഫോറിൻ റിസർവ് ഇല്ല എന്നുള്ളതായിരുന്നു. ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ ഫോറിൻ റിസർവ് എന്ത് ചെയ്തു, വല്ലാണ്ട് അങ്ങ് താഴെ പോയി, കമ്മിയായി, ഡെഫിസിറ്റ് ആയി എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. റിമൂവിങ് മാർക്കറ്റ് കൺട്രോൾസ്, മാർക്കറ്റിനെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന, മാർക്കറ്റിൽ ഒരു കൺട്രോൾ ഇട്ടിരിക്കുന്ന കാര്യത്തെ എന്ത് ചെയ്തു, കളഞ്ഞു. മാർക്കറ്റിൽ നിന്ന് ഗവൺമെന്റിന്റെ ഓവർ കൺട്രോൾ മാറിക്കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടി കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ വർദ്ധിക്കുന്നുണ്ടാവും. അപ്പം ആ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതിനെ കുറച്ചു. അതേപോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് ദ ഗ്ലോബൽ ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ, ഹ്യൂമൻ റിസോഴ്സസ്, ടെക്നോളജി. എന്താണ്, ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ഈ മേഖലകളിലൊക്കെ ഒരു മാറ്റം അല്ലെ ഒരു ഗ്ലോബൽ ഫ്ലോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്തിന് ഒരു ഇന്ധനമായിട്ട് കൂടി ആര് മാറിയിട്ടുണ്ട്, ന്യൂ എക്കണോമിക് പോളിസി മാറിയിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേടാ. ഈ ഒബ്ജക്റ്റീവ്സുകളൊക്കെ കയറി വരാം, ചോദ്യങ്ങളായിട്ട് വരാം, MCQs ആയിട്ട് വരാം. അപ്പോൾ അവിടെ കയറി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കാം, ആ പോയിന്റുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി കുറച്ചുകൂടി ഒന്ന് ആഴത്തിലേക്ക് ന്യൂ എക്കണോമിക് പോളിസിയുടെ പ്രധാനപ്പെട്ട ഓബ്ജക്റ്റീവുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കിയാൽ, കുറച്ചുകൂടി ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ എന്തൊക്കെയായിരുന്നു, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യപ്പെടുക. എന്നാലും ഒന്ന് കേട്ടിരുന്നു. ഒന്ന്, ഇൻഫ്ലേഷൻ കുറയ്ക്കുക. ഇൻഫ്ലേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇനി ഞാൻ ഇൻഫ്ലേഷൻ എന്താണെന്ന് പറയണ്ട, നമ്മൾ കുറേ എക്സാമ്പിളുകളൊക്കെ യൂസ് ചെയ്ത് ഇൻഫ്ലേഷൻ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻഫ്ലേഷൻ ഒരു കാര്യം മാത്രം ഓർത്തേടാ, ഇൻഫ്ലേഷൻ ഒരു കാര്യം മാത്രം ഓർത്തേ, പ്രൈസ് കൂടുക അല്ലേ, പ്രൈസ് കൂടുക, വില കൂടുക, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കുക എന്നുള്ളത് ന്യൂ എക്കണോമിക് പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ഇൻഫ്ലേഷൻ വല്ലാണ്ട് കയറിപ്പോകാൻ പാടില്ല. ഇൻഫ്ലേഷൻ കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും, കറൻസിയുടെ മൂല്യം കുറയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കറൻസിയുടെ മൂല്യം കുറയും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ന്യൂ എക്കണോമിക് പോളിസി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കറൻസിയുടെ മൂല്യം മനഃപൂർവ്വം കുറച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കറൻസിയുടെ മൂല്യം കുറയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു പോയിന്റ് വന്നാൽ നിങ്ങൾ ഓർത്തോണേ, ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം മനഃപൂർവ്വം എന്ത് ചെയ്തിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ കൂട്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമാക്കി എക്കണോമിക് ഗ്രോത്തിൻ്റെ റേറ്റ് കുറച്ചുകൂടി എന്ത് ചെയ്തു, കൂട്ടാനായിട്ട് സാധിച്ചു. വളരെ വേഗത്തിലുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലൂടെ പുതിയൊരു ഡയറക്ഷൻ, പുതിയൊരു മാറ്റം നമ്മുടെ മാർക്കറ്റുകളിൽ ഉണ്ടാക്കി വെക്കാനായിട്ട്, ഒരു പുതിയ ദിശ ഉണ്ടാക്കി വെക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് കാണാം. അതേപോലെ അൺനെസസറി ആയിട്ടുള്ള കൺട്രോളുകൾ, നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെബിലിറ്റി കൂടിയിട്ടുണ്ട്. മാർക്കറ്റ് ഇക്കോണമി കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അല്ലേ കുറച്ചുകൂടി എൻകറേജ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് മേഖലയ്ക്ക് കുറച്ചുകൂടി അകത്തോട്ട് കയറി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഇക്കോണമിയിലെ പല സെക്ടറുകളുടെയും ഒരു ഇൻവോൾവ്മെന്റ് ഒന്ന് ഉറപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ അൺറെസ്ട്രിക്റ്റഡ് ഗ്ലോബൽ മൂവ്മെന്റുകൾ നടപ്പാക്കാൻ, പ്രോഡക്ട്സിലായാലും ശരി, സർവീസിലായാലും, ക്യാപിറ്റലായാലും, ഹ്യൂമൻ ക്യാപിറ്റലായാലും, ടെക്നോളജിയിൽ ഒക്കെ ആയാലും റെസ്ട്രിക്ഷൻസ് എടുത്ത് കളഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ ന്യൂ എക്കണോമിക് പോളിസിയുടെ മാത്രം പ്രത്യേകതകളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതൊക്കെ പ്രധാന കാര്യങ്ങളാണ് എങ്കിലും എന്താണ് ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസിയിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങൾ ഒന്നുകൂടി ഒന്ന് എടുത്തു വെച്ചിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളെല്ലാം വളരെ മോശം പെർഫോമൻസ് നടത്തി. എന്തുകൊണ്ടായിരിക്കാം മക്കളെ? ഗവൺമെന്റ് എപ്പോഴും എന്താണ് ലക്ഷ്യം വെക്കുക? അത് വെൽഫെയർ ആണ്. ഗവൺമെന്റിന് വെൽഫെയറിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗവൺമെന്റ് ഒരിക്കലും പ്രോഫിറ്റ് കാണാൻ കഴിയില്ല. ഗവൺമെന്റ് എപ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബോഡിയാണ്. സ്വാഭാവികമായിട്ടും ആ മേഖലകളെല്ലാം വളരെ മോശം അവസ്ഥയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ, വളരെ പൂറായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്തെ പബ്ലിക് സെക്ടർ എല്ലാം തന്നെ, പബ്ലിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന, ഗവൺമെന്റ് കയ്യിലുണ്ടായിരുന്ന സെക്ടറുകളെല്ലാം തന്നെ വളരെ മോശം സിറ്റുവേഷനിലൂടെ കടന്നുപോയി. 2, റിസർവുകൾ വല്ലാണ്ട് അങ്ങ് താഴെ പോയി. കരുതൽ ധനശേഖരം, ബാലൻസ് ഓഫ് പേയ്മെന്റ് വല്ലാണ്ട് കുറഞ്ഞു. 3, വിലക്കയറ്റം ശക്തമായി, ഇൻഫ്ലേഷൻ ശക്തമായിട്ട് കൂടാൻ തുടങ്ങി. അതേപോലെ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മിയും എന്ത് ചെയ്യാൻ തുടങ്ങി, ശക്തമായിട്ട് കുറയാൻ തുടങ്ങി. ഇത് കൂടാതെ തന്നെ ഇറാഖ് ഗൾഫ് വാറുകൾ ശക്തമായി. 90-92 കാലഘട്ടത്തിൽ ഇറാഖ് സംഘർഷങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇതൊക്കെ ന്യൂ എക്കണോമിക് പോളിസി ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട, ന്യൂ എക്കണോമിക് പോളിസി വരാനായിട്ടുള്ള, ഇക്കണോമിക് റിഫോമുകൾ ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണങ്ങളായിട്ട് മാറി. ഇതെല്ലാം ബാധിച്ചത് ഇന്ത്യയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് കടമായിട്ട് പണം വേണ്ടിയിരുന്നത് നേടാനായിട്ടുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കാം.
1980 തൊട്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട്. കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആക്കാൻ, പ്രശ്നങ്ങൾ ഒഴിവാക്കി കുറച്ചുകൂടി നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് സഹായിച്ചിരുന്നത്. ഡെഫിസിറ്റ് ശക്തമായിരുന്നു, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കുറവ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എക്സ്പോർട്ട് വളരെയധികം എന്ത് ചെയ്യാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി. ഇമ്പോർട്ട് ശക്തമായിട്ട് കൂടാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ ഇന്ത്യയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള പണം കൃത്യമായിട്ട് ഇല്ലാതെയായി. ആ ഒരു അവസ്ഥയാണ് ഡെഫിസിറ്റ് എന്ന് പറയുക. അപ്പോൾ അതിനെ പരിഹരിക്കാനായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലേക്കും വേൾഡ് ബാങ്കിലേക്കും ഒക്കെ പോയത്. വേൾഡ് ബാങ്കിന് മറ്റൊരു പേരൊന്ന് പഠിച്ചു വെച്ചോണ്ടാ. വേൾഡ് ബാങ്കിന് മറ്റൊരു പേരാണ് IBRD എന്ന് പറയുക. വേൾഡ് ബാങ്കിന് മറ്റൊരു പേരാണ് ഏതെന്ന് പറയുക, IBRD എന്ന് പറയുക. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ IBRDയുടെ ഫുൾ ഫോം എന്താണ്? IBRD എന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്കിന് മറ്റൊരു പേരാണ്, മറ്റൊരു രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്ന, പഴയകാല പേരായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ് IBRD എന്ന് പഠിച്ചു വെച്ചോടാം. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ്? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് IBRDയുടെ ഫോം കേട്ടോ. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അവരന്ന് 7 ബില്യൺ, അതായത് ഏതാണ്ട് 700 കോടി US ഡോളറാണ് അന്ന് ഇന്ത്യയിലേക്ക് സംഭാവനയായിട്ട് അല്ലെങ്കിൽ കടമായിട്ട് തന്നത്. അപ്പോൾ ആ രീതിയിലായിരുന്നു അന്നത്തെ ആ ഒരു പ്രശ്നത്തെ എന്ത് ചെയ്യാനായിട്ട് സാധിച്ചത്, പരിഹരിക്കാനായിട്ട് സാധിച്ചത്. അതിനുശേഷം നോക്കിയേ, പുത്തൻ സാമ്പത്തിക നയത്തെ നമ്മൾ പറഞ്ഞു ലിബറലൈസേഷൻ, LPG എന്ന് പറഞ്ഞില്ലേ. അതുകൂടാതെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുത്തൻ സാമ്പത്തിക നയത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്ട്രക്ചറൽ മെഷേഴ്സ് അല്ലെങ്കിൽ സുസ്ഥിരമാക്കൽ നടപടി, മൂന്ന് ഘടനാപരമായിട്ടുള്ള ഒന്നാമത്തെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, രണ്ടാമത്തത് സ്ട്രക്ചറൽ റിഫോംസ്. മക്കളെ, സ്റ്റെബിലൈസേഷൻ മെഷർ എന്ന് പറഞ്ഞാൽ നിലവിലത്തെ പ്രശ്നം പരിഹരിക്കുക. നിലവിലത്തെ പ്രശ്നം പരിഹരിക്കുക. ഉദാഹരണമായിട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒന്ന് ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുവരിക, ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുക. ഇതേപോലെയുള്ള വളരെ വേഗത്തിൽ നിലവിലത്തെ പ്രശ്നം വളരെ വേഗത്തിൽ അഡ്രസ്സ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. അത് ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. രണ്ട് സ്ട്രക്ചറൽ റിഫോമാണ്, അതാണ് ഈ LPG എന്ന് പറയുക. LPG വരുന്ന എവിടെയാണ്? സ്ട്രക്ചറൽ റിഫോമിലാണ്, ഘടനാപരമായ മാറ്റങ്ങളിലാണ്. എന്തൊക്കെയായിരുന്നോ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അടിമുടി മാറ്റി ശക്തമായ ഒരു സാമ്പത്തിക വളർച്ച മുന്നോട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? LPG റിഫോമുകൾ കൊണ്ടുവന്നത്. ഇത് ഘടനയിലുണ്ടായ മാറ്റമാണ്. ഇത് ലോങ് ടൈമിലേക്കുള്ള ഒരു ആസ്പെക്റ്റിൽ നമുക്ക് കാണാം. പക്ഷേ സുസ്ഥിരമാക്കുന്ന നടപടി ഷോർട്ട് ടൈമിലേക്കാണ്. വളരെ വേഗത്തിലൊരു മാറ്റം ഉണ്ടാക്കി പെട്ടെന്ന് ഈ പ്രശ്നം എന്ത് ചെയ്യുക, ബാലൻസ് ഓഫ് പേയ്മെന്റും ഇൻഫ്ലേഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് സുസ്ഥിരമാക്കൽ, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും സ്ട്രക്ചറൽ റിഫോംസും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടി പറ്റിയാൽ ഈ ക്ലാസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്.